എല്ലാവർക്കും ക്യൂസ് വേൾഡിലേക്ക് സ്വാഗതം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ആദ്യത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ സമരം. ഉത്തരം 1917 ചമ്പാരൻ സമരം. ബീഹാറിലെ ചമ്പാരനിൽ നീലം കൃഷിക്കാരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട സമരമാണ് ചമ്പാരൻ സമരം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല. ഉത്തരം ദക്ഷിണാഫ്രിക്ക. കസ്തൂർബയെ വിവാഹം കഴിച്ച വർഷം 1983. 1894 ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി രൂപം നൽകിയ സംഘടന. ഉത്തരം നെറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി തുടങ്ങിയ വാരിക. ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജിയുടെ ആദ്യത്തെ ജയിൽവാസം. 1908 ജോഹന്നാസ്ബർഗിൽ. ഗാന്ധിജിയുടെ അവസാന ജയിൽവാസം പൂനെയ്ക്കടുത്തുള്ള ആഗാഖാൻ കൊട്ടാരത്തിൽ. ഗാന്ധിജി തൻ്റെ ജീവിതത്തിൽ ജയിലിൽ കഴിഞ്ഞ ദിവസങ്ങളുടെ എണ്ണം. ഉത്തരം 2888. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി നിരാഹാരം അനുഷ്ഠിച്ചത് ഏത് സമരത്തോടനുബന്ധിച്ചായിരുന്നു? ഉത്തരം അഹമ്മദാബാദ് മിൽ സമരം. 1918 ഗാന്ധിജി ആരംഭിച്ച 2 വാരികകൾ. യങ് ഇന്ത്യ, നവജീവൻ എന്നീ 2 വാരികകളാണ് ഗാന്ധിജി 1918 പ്രസിദ്ധീകരിച്ചത്. അതിൽ യങ് ഇന്ത്യ ഇംഗ്ലീഷ് വാരികയും നവജീവൻ ഗുജറാത്തി വാരികയുമായിരുന്നു. ഏതു സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഗാന്ധിജി തൻ്റെ കൈസർ ഇ ഹിന്ദ് എന്ന പദവി ഉപേക്ഷിച്ചത്? ഉത്തരം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ 2 സമരങ്ങൾ. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം. ആധുനിക കാലത്തെ അത്ഭുത സംഭവം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ഗാന്ധിജി ആധുനിക കാലത്തെ അത്ഭുത സംഭവം എന്ന് വിശേഷിപ്പിച്ചത്. 1946 ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ അനന്തരാവകാശിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഗാന്ധി വധക്കേസിൽ ഗോഡ്സെയോടൊപ്പം തൂക്കിലേറ്റപ്പെട്ട ആൾ. ഉത്തരം നാരായണ ദത്താത്രേയ ആപ്തെ. ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ ഗുരുവായി കരുതിയിരുന്നത് ആരെയാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി സംബോധന ചെയ്തത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയും ടാഗോറും പരസ്പരം സംബോധന ചെയ്തിരുന്നത് എങ്ങനെ? ഗാന്ധിജിയെ ടാഗോർ മഹാത്മാ എന്നും ടാഗോറിനെ ഗാന്ധിജി ഗുരുദേവ് എന്നുമാണ് സംബോധന ചെയ്തിരുന്നത്. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് ആര്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. ഗാന്ധിജി ആരെയാണ് ദേശസ്നേഹികളുടെ ദേശസ്നേഹി എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസിനെ. മൈ ലിറ്റിൽ ഡിറ്റക്ടർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം തൻ്റെ തൂക്കുഘടികാരത്തെ. ആഫ്രിക്കൻ ഗാന്ധി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ഉത്തരം നെൽസൺ മണ്ടേല. മഹാത്മാഗാന്ധിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത്? ഉത്തരം വള്ളത്തോൾ. അതെൻ്റെ അമ്മയാണ് എന്ന് ഏത് ഗ്രന്ഥത്തെക്കുറിച്ചാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ഉത്തരം ഭഗവത്ഗീത. സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ഉത്തരം യേശുക്രിസ്തുവിനെ. ഒന്നുകിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങും, അല്ലെങ്കിൽ എൻ്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം.
എങ്ങോട്ട് പോകും മുമ്പാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം ദണ്ഡി യാത്രയ്ക്ക് മുമ്പ്. ഗാന്ധിജിയുടെ മരണവാർത്ത അറിഞ്ഞ് കൂടുതൽ നല്ലതാവുന്നത് നല്ലതല്ല എന്ന് അനുശോചന സന്ദേശം അയച്ച വ്യക്തി? ഉത്തരം ബെർണാഡ് ഷാ. ഭൗതിക സുഖങ്ങൾ വെടിഞ്ഞ് അർദ്ധനഗ്നനായ ഗ്രാമീണന്റെ പ്രതീകമായി മഹാത്മജി മാറിയ വർഷം 1920. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, സ്നേഹം.